വിഴിഞ്ഞത്ത് ആദ്യ മദർഷിപ്പിന്റെ ബർത്തിങ് ഇന്നാണ്. ട്രയൽ റൺ നാളെ നടക്കുമെന്നുള്ള വാർത്തയാണ് ഏറ്റവും സന്തോഷകരമായ വാർത്ത. കാരണം 8000-ഓളം കണ്ടെയ്നറുകളുമായി എത്തുന്ന മദർഷിപ്പ് ബർത്തിലേക്ക് അടുപ്പിക്കുന്നു എന്നുള്ളതാണ്. അതിൽ 2000 കണ്ടെയ്നറുകൾ ഇവിടെ ഇറക്കാനുള്ളതാണ് തുടങ്ങിയ വാർത്തകളൊക്കെയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട സ്പെഷ്യലിസ്റ്റ് അത് അർബി സനൂപ് തന്നെയാണ്. നമുക്ക് സനൂപിനോട് തന്നെ ചോദിക്കാം. സനൂപ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജിൽസേ. സനൂപ്, ഈ വാർത്തകളൊക്കെ മിക്കപ്പോഴും ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കുറച്ച് സാങ്കേതികമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ അതിനകത്ത് വിശദീകരിക്കാനുണ്ട്. അപ്പോൾ സനൂപ് ഇതിങ്ങനെ വിശദീകരിക്കുമ്പോൾ എനിക്ക് തോന്നി സനൂപ് അതിനകത്തൊരു എക്സ്പേർട്ടാണ്. കാരണം കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാനുള്ള താല്പര്യം കൂടി കൊണ്ടാണല്ലോ നമ്മൾ പല കാര്യങ്ങളിലും എക്സ്പേർട്ട് ആവുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ മൊത്തമായിട്ട് എനിക്കൊരു വ്യക്തത വന്നിട്ടില്ല. എന്തൊക്കെയാണ് ഇന്ന് നടക്കുന്നത്? ജിൽസി, ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിനാണ് ഇന്ന് വിഴിഞ്ഞം സാക്ഷിയാകാൻ പോകുന്നത്. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം വിഴിഞ്ഞത്തേക്ക് ഒരു ചരക്ക് കപ്പൽ എത്തുന്നു. അതായത് ഒരുപാട് പേരുടെ പ്രയത്നം കൊണ്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാവുന്നതിൻ്റെ ആദ്യ പടിയാണ് ഇന്ന് ചരക്ക് കപ്പൽ എത്തുന്നത്. മാർഷൽ ഐലൻഡ്സിന്റെ പതാക ഏന്തിക്കൊണ്ട് മെർസ്ക് കമ്പനിയുടെ സാൻ ഫെർണാണ്ടോ എന്ന കപ്പലാണ് വിഴിഞ്ഞത്ത് തീരം അണയുന്നത്. അത് കപ്പൽ ഇപ്പോൾ ഇന്നലെ തന്നെ പുറംകടലിൽ എത്തിയിട്ടുണ്ട്. രാവിലെ 10 മണിയോടുകൂടി കപ്പലിനെ ബർത്ത് ചെയ്യാൻ വേണ്ടിയുള്ള നടപടികളും ആരംഭിക്കും. 7:30 ഇവിടെ നിന്ന് ടക്ഷിപ്പുകളടക്കം ക്യാപ്റ്റൻ അടക്കമുള്ള സംഘം പുറംകടലിലേക്ക് തിരിക്കും. 8:20 അവർ പുറംകടലിലേക്ക് എത്തും. അവിടെ നിന്ന് ഈ പറയുന്ന കപ്പലിനെ ടക്ഷിപ്പുകളുടെ സഹായത്തോടു കൂടി വിഴിഞ്ഞം തുറമുഖത്തിന്റെ ബർത്തിൽ അടുപ്പിക്കുന്ന പ്രക്രിയയാണ് ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു കപ്പൽ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ തുറമുഖം യാഥാർത്ഥ്യമായി എന്ന് നമുക്ക് ഇന്നത്തെ ഈ ഒരു കപ്പൽ എത്തുന്നതോടുകൂടി പറയാൻ കഴിയും. കാരണം ഒരുപാട് കഷ്ടപ്പാടുകളും ഒരുപാട് പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് വിഴിഞ്ഞം ഇപ്പോൾ തല ഉയർത്തി നിൽക്കുന്നത്. ലോക ലോജിസ്റ്റിക് ഭൂപടത്തിലേക്ക് ഇന്ത്യയെ വാനോളം ഉയർത്താൻ കഴിവുള്ള വിഴിഞ്ഞം തുറമുഖം. പല തുറമുഖങ്ങളും നമുക്ക് സ്വന്തമാണ്, രാജ്യത്തിന് സ്വന്തമാണ്. പക്ഷേ അവിടെ ഒന്നും തന്നെ കൂറ്റൻ മദർഷിപ്പുകളെ അടുപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ന്യൂനത ഉണ്ടായിരുന്നു. പക്ഷേ ആ ന്യൂനതയ്ക്ക് പരിഹാരം ഉണ്ടാവുകയാണ് വിഴിഞ്ഞം. കാരണം സ്വാഭാവികമായിട്ടുള്ള ആഴം ഉള്ള കടലാണ് വിഴിഞ്ഞത്തേത്. 18 മീറ്റർ മുതൽ 20 മീറ്റർ വരെ ആഴമുള്ള കടലാണ് വിഴിഞ്ഞം. അതുകൊണ്ട് തന്നെയാണ് വിഴിഞ്ഞത്ത് ഒരു തുറമുഖം വേണമെന്നുള്ള ആവശ്യം പതിറ്റാണ്ടുകളായിട്ട് ഉയർന്നു വന്നത്. പക്ഷേ പല പല പ്രതിസന്ധികൾ കാരണം ആ തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞില്ല. പിന്നീടാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഇതിന് തറക്കല്ലിടുന്നതും അതിനുശേഷം വന്ന 1ഉം 2ഉം പിണറായി സർക്കാരുകൾ അതിവേഗം തന്നെ ഈ നിർമ്മാണം പൂർത്തിയാക്കി ഇപ്പോൾ അത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ സാൻ ഫെർണാണ്ടോ കപ്പൽ എത്തുമ്പോൾ അതിൽ ചരക്കുമായിട്ടാണ് ആ കപ്പൽ എത്തുന്നത്. കണ്ടെയ്നറുകൾ ഉൾപ്പെട്ട കപ്പലാണ്. 8000-ഓളം കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുള്ള കപ്പലാണ് പുറംകടലിൽ എത്തിയിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ 2000-ഓളം കണ്ടെയ്നറുകൾ അത് വിഴിഞ്ഞത്ത് ഇറക്കും. അതിനുശേഷം, അതായത് ഇന്ന് ഈ കപ്പൽ ഇവിടെ ബർത്ത് ചെയ്തതിന് ശേഷം തന്നെ കണ്ടെയ്നർ ഇറക്കി തുടങ്ങും. നാളെ ഇതിന്റെ ട്രയൽ റൺ ആരംഭിക്കുന്ന സമയത്ത് നമ്മളെല്ലാം ഇവിടെ വരുമ്പോൾ കണ്ടെയ്നർ യാർഡിൽ ഈ പറയുന്ന 2000-ഓളം കണ്ടെയ്നറുകൾ അടുക്കി വെച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അതായത് വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നു എന്നതിന്റെ ആദ്യ പടിയായിട്ടുള്ള കാഴ്ച തന്നെയായിരിക്കും. ഇത് ഇന്ന് വരുന്നത് 300 മീറ്റർ നീളമുള്ള കൂറ്റൻ കപ്പലാണെങ്കിൽ ഇനി വരാൻ പോകുന്നത്, അതായത് ഈ പറയുന്ന പോലെ സാൻ ഫെർണാണ്ടോ വന്നു കഴിഞ്ഞാൽ പിന്നെ വരാൻ പോകുന്നത് 400 മീറ്ററിലധികം നീളമുള്ള വലിയ വലിയ കപ്പലുകൾ ഇതിനു ശേഷം വരും. അപ്പം 12-ാം തീയതി ട്രയൽ റൺ നാളെ നടക്കുമെന്ന് പറഞ്ഞാൽ ഈ ട്രയൽ റണ്ണിൽ ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെ കാര്യശേഷി അളക്കാനാണ് ട്രയൽ റൺ യഥാർത്ഥത്തിൽ നടത്തുന്നത്? ജിൽസി, ഇന്നത്തെ ഈ പ്രക്രിയ മുതൽ ഞാൻ പറയാം. ഇന്നിപ്പോൾ 7:30 ഇവിടെ നിന്ന് 4 ടക്ഷിപ്പുകളാണ് പുറംകടലിൽ ഉള്ള സാൻ ഫെർണാണ്ടോ കപ്പലിനെ ഇവിടേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്നത്. അത് ഡോൾഫിൻ 27 എന്ന ടക്ഷിപ്പുണ്ട്, ഡോൾഫിൻ 28 എന്ന ടക്ഷിപ്പുണ്ട്, ഡോൾഫിൻ 35 എന്ന ടക്ഷിപ്പുണ്ട്, ഓഷ്യൻ പ്രസ്റ്റീജ് എന്ന ടക്ഷിപ്പുണ്ട്. ഈ 4 ടക്ഷിപ്പുകളുടെയും ശേഷി പരിശോധന എല്ലാം തന്നെ പൂർത്തിയാക്കി തയ്യാറായി നിർത്തിയിരിക്കുകയാണ്. 7:30 ക്യാപ്റ്റൻ ഈ ടക്ഷിപ്പിൽ ഓഷ്യൻ പ്രസ്റ്റീജിൽ ബോർഡ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടുന്ന് നേരെ പുറംകടലിലേക്ക് പോകുന്നു. ഏകദേശം ഇവിടുന്ന് 10 നോട്ടിക്കൽ മൈൽ അകലെ, 17 നോട്ടിക്കൽ മൈൽ അകലെയാണ് നിലവിൽ ഇപ്പോൾ ഈ കപ്പൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം. അവിടെ എത്തി അവിടെ നിന്ന് ഈ ടക്ഷിപ്പുകളുടെ സഹായത്തോടുകൂടി പടിപടിയായിട്ടാണ് ഇത്രയും കൂറ്റൻ കപ്പലായിട്ടുള്ള സാൻ ഫെർണാണ്ടോയെ വിഴിഞ്ഞത്തേക്ക് കൊണ്ടുവരുന്നത്. അതായത്
ഒരു ഘട്ടത്തുമ്പോൾ ആദ്യം ഈ പറയുന്ന സാൻ ഫെർണാണ്ടോ അത് അതിൻ്റെ എൻജിൻ ഓൺ ചെയ്തുകൊണ്ട് തന്നെ അത് നേരെ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തും. അതായത് ഒരു ചാനൽ വരെ എത്തിയതിന് ശേഷം അവിടെ നിന്ന് പിന്നെ ടക്ഷിപ്പുകളുടെ സഹായത്തോടു കൂടിയാണ് ഇതിൻ്റെ ഓരോ പ്രോസസ്സ്, അതിന് മൂറിംഗ് പ്രോസസ്സ് എന്നാണ് പറയുന്നത്. ആ തള്ളി കൊണ്ടുവന്ന് തള്ളിയും അതുപോലെ റോപ്പിട്ട് വലിച്ചുമൊക്കെ കൊണ്ടുവന്നിട്ടാണ് നേരത്തെ ആ കാണുന്ന ആ ഭാഗത്താണ് ഈ ബെർത്ത് ചെയ്യേണ്ട ആ ഭാഗത്തായിട്ടാണ് 600 മീറ്റർ നീളമുള്ള ബെർത്ത് അവിടെ പൂർത്തിയായിട്ടുണ്ട്. മൊത്തം 800 മീറ്ററാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് വേണ്ട. പക്ഷേ 600 മീറ്റർ ഈ പ്രവർത്തന സജ്ജമായിട്ട് പൂർണ്ണമായിട്ടും തയ്യാറായി നിൽപ്പുണ്ട്. അവിടെയാണ് ഈ 300 മീറ്റർ നീളമുള്ള സാൻ ഫെർണാണ്ടോ കപ്പലിനെ ബെർത്ത് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ട തയ്യാറെടുപ്പുകളെല്ലാം അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അത് വിവിധ പ്രൊസസ്സുകൾ വിവിധ ഘട്ടങ്ങളിലൂടെ തള്ളിയും വലിച്ചുമൊക്കെ അവിടെ എത്തിച്ച ശേഷം അവിടെ ബെർത്ത് ചെയ്യുന്നു. അങ്ങനെ 300 മീറ്ററുള്ള കപ്പലിനെ അവിടെ ബെർത്ത് ചെയ്തതിനു ശേഷം ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് മൂറിംഗ്. ഈ ബെർത്തിങ് പ്രോസസ്സ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ പൊക്കി വെച്ചിരിക്കുന്ന ക്രെയിനുകൾ, അത് ഷിഫ്റ്റ് ഷോർ ക്രെയിൻ എന്ന് പറയും. അതായത് ഈ വരുന്ന വലിയ കപ്പലിൽ ഈ പറയുന്ന കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ യാർഡിലേക്ക് ഇറക്കി വെക്കാൻ വേണ്ട സഹായിക്കുന്നതിന് ഉള്ള ക്രെയിനുകളാണ് ആ പൊക്കി വെച്ചിരിക്കുന്നത്. ആ ഏറ്റവും ഉയരമുള്ള ക്രെയിൻ, അതിനെ ഷിഫ്റ്റ് ഷോ ക്രെയിൻ എന്ന് പറയും. അത്തരത്തിൽ 8 ക്രെയിനുകൾ വിഴിഞ്ഞത്ത് തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ നമ്മൾക്കറിയാം ഒക്ടോബർ 15-നാണ് ഈ പറയുന്ന ഈ ക്രെയിനുമായിട്ട് വന്ന കപ്പലിന് ആദ്യ സ്വീകരണം അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നൽകിയത്. അതിനുശേഷം നിരവധി കപ്പലുകളായിട്ട് 31 ക്രെയിനുകൾ വിഴിഞ്ഞത്ത് വന്നിട്ടുണ്ട്. 8 ഷിഫ്റ്റ് ഷോർ ക്രെയിനും ബാക്കി 23 യാർഡ് ക്രെയിനും. ഇനി ഒരു ക്രെയിൻ കൂടി വിഴിഞ്ഞത്ത് വരാനുണ്ട്, അതും ഒരു യാർഡ് ക്രെയിനും. പക്ഷേ നിലവിൽ ഈ പറയുന്ന പ്രക്രിയകളെല്ലാം തന്നെ നടത്താൻ വേണ്ടി ആവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. സെമി ഓട്ടോമാറ്റിക് ക്രെയിനുകളാണ് പ്രവർത്തിക്കുന്നത്. അതായത് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ കൺട്രോൾ റൂമിൽ ഇരുന്നു കൊണ്ട് തന്നെ കണ്ടെയ്നറുകൾ ഇറക്കിയും കയറ്റിയും വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള കപ്പാസിറ്റി ഉള്ള ക്രെയിനുകളാണ് ആ കാണുന്നത്. ഇന്ന് ഈ പറയുന്ന സാൻ ഫെർണാണ്ടോ കപ്പൽ എത്തിയതിനു ശേഷം അതിൽ നിന്ന് 2000-ഓളം കണ്ടെയ്നറുകൾ ഷിഫ്റ്റ് ഷോർ ക്രെയിനിന്റെ സഹായത്തോടുകൂടി ഓരോ ഭാഗത്തായിട്ട് അടുക്കി വെക്കുന്നു. അവിടെ നിന്ന്, അതായത് ഈ ബെർത്തിലേക്ക് അടുക്കുന്ന കണ്ടെയ്നർ അവിടെ നിന്ന് തിരിച്ച് യാർഡിലേക്ക് മാറ്റുന്നത് അത് യാർഡ് ക്രെയിനിന്റെ സഹായത്തോടു കൂടിയാണ്. അപ്പം ഇന്ന് തന്നെ ഈ പറയുന്ന 2000-ഓളം കണ്ടെയ്നറുകളും ഇറക്കി അവിടെ യാർഡിൽ സൂക്ഷിക്കും. നാളെ രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രിയും വിശിഷ്ട അതിഥികളും എത്തുന്ന സമയത്താണ് ഇതിന്റെ ട്രയൽ റൺ ആരംഭിക്കാൻ പോകുന്നത്. അതൊരു ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം ആയിരിക്കും ഇതിന്റെ പ്രോസസ്സ് എല്ലാം തന്നെ നടക്കുന്നത്. ഈ പറയുന്ന കണ്ടെയ്നറുകൾ ഇറക്കി വെച്ച ശേഷം സാൻ ഫെർണാണ്ടോ ഇവിടെ നിന്ന് പോകും. അത് നാളെ കഴിഞ്ഞ് മാത്രമേ സാൻ ഫെർണാണ്ടോ പോവുകയുള്ളൂ. സാൻ ഫെർണാണ്ടോ പോയി കഴിയുമ്പോഴാണ് ഇവിടെ ഇറക്കിയിട്ടുള്ള കണ്ടെയ്നറുകൾ മറ്റിടങ്ങളിലേക്ക്, രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിലേക്ക്, മുംബൈയിലോട്ടും കൊൽക്കത്തയിലോട്ടും അതുപോലെ മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ട കണ്ടെയ്നർ ഉണ്ടെങ്കിൽ അതുൾപ്പെടെ ഇവിടുന്ന് മാറ്റാൻ വേണ്ട ഫീഡർ വെസൽസുകൾ, അതായത് ഫീഡർ കപ്പലുകൾ അവിടെ എത്തുന്നത് അപ്പോഴായിരിക്കും. നിലവിലിപ്പോൾ നമുക്ക് ഒരു കപ്പലിന്റെ ദൃശ്യം നഗ്നനേത്രങ്ങൾ കൊണ്ട് ചെറുതായിട്ട് കാണാൻ പറ്റും. പക്ഷേ ക്യാമറയിൽ ഒരിക്കലും അത് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഒരു മങ്ങിയ ഒരു ദൃശ്യം പോലെ വളരെ അകലെയായിട്ട് നമുക്ക് ഈ സാൻ ഫെർണാണ്ടോ കാണാൻ പറ്റും. അത് ഈ പറയുന്ന പോലെ ക്യാമറയിൽ അത് തെളിയുമോ എന്നുള്ള കാര്യം സംശയമാണ്. അതായത് നമുക്ക് നിലവിലിപ്പോൾ ഇവിടെ വിഴിഞ്ഞത്ത് നിന്ന് നോക്കിയാൽ വളരെ ഒരു പൊട്ടുപോലെ അങ്ങ് പുറംകടലിൽ ഈ സാൻ ഫെർണാണ്ടോ കപ്പൽ നിൽക്കുന്നത് കാണാം. ഒരു പക്ഷെ അത് തന്നെ ആയിരിക്കണം സാൻ ഫെർണാണ്ടോ, കാരണം അത്രയും വലിയ കപ്പലായത് കൊണ്ടായിരിക്കുമല്ലോ ഈ ചെറിയ ഒരു പൊട്ടുപോലെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ആ സാൻ ഫെർണാണ്ടോ കപ്പൽ ഇപ്പോൾ നമ്മുടെ കൺമുമ്പിൽ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അല്പസമയം കൂടെ കഴിയുമ്പോൾ കുറെ കൂടെയൊക്കെ വ്യക്തമായിട്ടുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. നിലവിൽ ഞാൻ പറഞ്ഞതുപോലെ അല്പസമയം തന്നെ 7:20 കൂടി ഇവിടുന്ന് ടക്ഷിപ്പുകളൊക്കെ പുറപ്പെടും. പുറംകടലിൽ നിന്ന് സാൻ ഫെർണാണ്ടോ കപ്പലിനെ ബെർത്തിലേക്ക് അടുപ്പിക്കുന്നതിന്റെ പ്രക്രിയകളൊക്കെ ആരംഭിക്കും. നമ്മൾ പറഞ്ഞു വന്ന കാര്യം, ഈ കണ്ടെയ്നറുകൾ ഇവിടെ അടുക്കി കഴിഞ്ഞാൽ പിന്നീട് ഫീഡർ വെസലുകൾ വന്നാണ് ഇവിടെ നിന്ന് ഈ കണ്ടെയ്നറുകൾ ചെറിയ കപ്പലിൽ ഈ പറയുന്ന ഫീഡർ കപ്പലുകൾ കയറ്റി അവിടെ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകും. അപ്പം വിഴിഞ്ഞം തന്നെ അറിയപ്പെടുന്നത് ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ തുറമുഖം എന്നാണ്. അതായത് കപ്പൽ മാർഗം കൂടുതലായിട്ട് ചരക്കുകൾ കൊണ്ടുപോകുന്ന തുറമുഖങ്ങളെയാണ് ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ തുറമുഖങ്ങൾ എന്നറിയപ്പെടുന്നത്. അതായത് കരമാർഗം ചരക്ക് നീക്കം ഉണ്ടെങ്കിലും റെയിൽ മാർഗം ചരക്ക് നീക്കം ഉണ്ടെങ്കിലും കൂടുതലായിട്ടും ചരക്ക് നീക്കം നടക്കുക ഈ കടൽ മാർഗം തന്നെയായിരിക്കും. അതായത് കൂറ്റൻ മദർഷിപ്പുകൾ കണ്ടെയ്നർ ഇവിടെ ഇറക്കുന്നു. അതിനുശേഷം അവ തിരികെ പോകുമ്പോൾ ചെറിയ കപ്പലുകൾ, ഫീഡർ കപ്പലുകൾ ഇവിടെ എത്തി ഈ കണ്ടെയ്നറുകൾ അതിൽ കയറ്റി മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള
ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ എന്നാണ് വിഴിഞ്ഞം അറിയപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായും അതിന്റെ സനൂപ്, എന്തായാലും നമുക്ക് ഉദ്ഘാടനമാണ്. വരും മണിക്കൂറുകളിലൊക്കെ നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്കൊക്കെ കൂടുതൽ വരാം. എന്തായാലും ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞു. വളരെ ക്ലിയർ ആയില്ലെങ്കിൽ പോലും സാൻ ഫെർണാണ്ടോയുടെ ദൃശ്യങ്ങളാണ് അപ്പോൾ കാണുന്നത്. അതിപ്പോൾ പുറം കടലിലാണ്. അവിടെ നിന്ന് ഇതുപോലെ ടക്ഷിപ്പുകൾ പോയി വേണം അത് ബർത്തിലേക്ക് അടുപ്പിക്കാൻ. ആ പ്രക്രിയകളൊക്കെ അല്പസമയത്തിനകം തന്നെ തുടങ്ങുമെന്നുള്ളതാണ്. കാരണം ഈ വലിയ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു മദർഷിപ്പ് അവിടെ എത്തുന്നത്. അതുകൊണ്ട് വിഴിഞ്ഞത്തിന്റെ ഒരു ഔദ്യോഗിക ഉദ്ഘാടനം എന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൂടിയാണ് നടക്കുന്നത്. നാളെ അതിൻ്റെ ഒരു ട്രയൽ റൺ നടക്കുന്നുണ്ട്. അങ്ങനെ വിഴിഞ്ഞം ഒരു വലിയ സർവ്വസജ്ജമായിക്കൊണ്ട് ഒരു അന്താരാഷ്ട്ര തുറമുഖമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു വളരെ സന്തോഷകരമായ വാർത്തകൾ കൂടിയാണ് ഈ നിമിഷത്തിൽ വരുന്നത്. എന്തായാലും ഈ വാർത്തകളിലേക്കൊക്കെ നമുക്ക് വീണ്ടും വരാം. അതിൻ്റെ വിശദാംശങ്ങൾ കൂടുതലായിട്ട് അറിയേണ്ടതുണ്ട്.